ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് സോയാബീൻ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അതിനൊരു ചീനച്ചട്ടിക്കകത്ത് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് നല്ലതായിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലൊരു സ്വല്പം ഉപ്പിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് സോയാബീന് ചെറിയൊരു കട്ടുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്കിത് ഊറ്റിയെടുക്കണം. ഈ വെള്ളമെല്ലാം ഊറ്റിയെടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സോയാബീനിലോട്ട് ഈ വെള്ളമെല്ലാം പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കണ്ണോപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. നല്ല ചൂടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്തിടാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം പിടിച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കണ്ണോപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് എടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. വേണ്ട, അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിതെടുക്കണം. ഇതുപോലെ നമുക്ക് ഈ ഇരിക്കുന്ന സോയാബീനൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കൊപ്ര തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇങ്ങനെയായിട്ട് ചീനിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ടേ. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങയ്ക്ക് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാളയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് ഇത് വഴറ്റിയെടുക്കണം നമുക്ക്. നല്ല വഴണ്ട് വരുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യമായിട്ടുള്ള. വേണ്ട നമ്മൾ
സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് സ്വല്പം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കടുകൊക്കെ പൊട്ടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുവാന്ന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ സ്പൂൺ 2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടിയാന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേവാൻ വേണ്ടിയിട്ടൊന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. നമുക്കിനി വെന്തോന്ന് നോക്കാവേ. ഇതിന് നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ മണം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.